ഫ്രണ്ട്സ്, വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്കൊരു തേങ്ങ അരച്ച ഫിഷ് കറി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് 4 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുള്ളി എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് കുറച്ചിട്ടാണ് ഈ കറി ഉണ്ടാവുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ആഡ് ചെയ്യണം. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻകറി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് ഈ മിക്സി ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് അതും ഇതിലേക്ക് ചേർക്കാം. ഈ ടൈമിൽ സ്റ്റവ് ഓണാക്കി സിമ്മിലിട്ടാൽ മതി. ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് അത് സോഫ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു 2 പച്ചമുളക് കീറിയത് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്, കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണത്. മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഫിഷൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല തിളച്ചിട്ടുണ്ട്. എല്ലാ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ 5 മിനിറ്റ് മതി. ഇനി ഈ സമയത്താണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഏത് മീനും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ നെയ്മീനാണ് എടുത്തത്. നമുക്ക് ഏത് മീനും എടുക്കാം. ഈ കറിയൊക്കെ എല്ലാ ഭാഗത്തും ഫിഷിൻ്റെ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കണം. എന്നാലാണ് വേകുന്ന ടൈമിൽ മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പോൾ മീനൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് മൂടി വെക്കൊന്നും വേണ്ട, ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ലൂസായിട്ട് വെള്ളം മാതിരി നിൽക്കും. അതുകൊണ്ടാണ് മൂടി വെക്കണ്ടെന്ന് പറഞ്ഞത്. ഈ ടൈമിൽ നമുക്ക് താളിക്കാനുള്ള താളിപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർക്കണം. ഒരു 5 ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ കളറായി വരണം കേട്ടോ. ഇങ്ങനെ താളിപ്പ് ചെറിയുള്ളിയൊക്കെ ചേർത്ത് ആഡ് ചെയ്യുമ്പോൾ ആ കറിക്ക് വളരെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ ടൈമിൽ കുറച്ച് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. പത്ത് മിനിറ്റിൻ്റെ ശേഷം നമ്മൾ മീൻ കറി, ഈ മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കൂടുതലായിട്ട് മിക്സ് ചെയ്യരുത്, കയ്യിൽ വെച്ചിട്ട് മീൻ ഉടഞ്ഞു പോകും. മീനിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ താളിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.